യെസ്, രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും തിരുവനന്തപുരം MN സ്മാരകത്തിലേക്കാണ്. യെസ്, ഇന്നിപ്പോൾ CPIയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലടക്കം പങ്കെടുക്കണമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാവുക. എന്തായാലും PM ശ്രീയിലെ അഭിപ്രായ ഭിന്നതയിൽ സർക്കാർ ഒരു അസാധാരണ പ്രതിസന്ധിയിലാണ് എത്തിച്ചേർന്ന് നിൽക്കുന്നത്. യെസ്, മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കണമോ എന്നതിൽ രാവിലെ ചേരുന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ CPI അന്തിമ തീരുമാനമെടുക്കും. യെസ്, തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കെ CPIയുടെ തീരുമാനം മുന്നണിയാകെ ഉലച്ചിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ആശങ്കയിലുമാണ്. CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുമെന്നാണ് നിലവിലെ വിവരം. കണ്ണൂരിലായിരുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരിപാടികൾ റദ്ദാക്കി പുലർച്ചെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പിട്ടതിൽ പ്രതിഷേധിച്ച് ഇന്ന് KSU, MSF, ഫ്രട്ടേണിറ്റി എന്നീ വിദ്യാർത്ഥി സംഘടനകൾ സംയുക്തമായി വിദ്യാഭ്യാസ ബന്ദിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ. ഷിജോ, MN സ്മാരകത്തിലേക്കാണ് എല്ലാ കണ്ണുകളും. എന്താണ് അവിടെ നിന്ന് എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളെന്ന് ഇനി ഒരു മണിക്കൂർ കൂടി മാത്രമേ ഉള്ളൂ. നേതാക്കളെല്ലാം MN സ്മാരകത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഇതിനകം എന്താണ് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കണമോ വേണ്ട എന്ന കാര്യത്തിൽ ഇതിനകം ഒരു നിലപാട് CPI എടുത്തു കാണും. അതെന്താണെന്നാണ് ലഭിക്കുന്ന സൂചന? സൈഫു, സാധാരണതയിൽ ബുധനാഴ്ച ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കൂടുതൽ പരിപാടികളുള്ള ഒരു ദിവസമാണ് ബുധനാഴ്ച. അപ്പോൾ ഇന്നും ഒരുപാട് പരിപാടികളുണ്ട്. എല്ലാ മന്ത്രിമാർക്കും ആയിട്ട് വിവിധ തരത്തിലുള്ള പരിപാടികൾ, വാർത്താ സമ്മേളനങ്ങൾ അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ CPIയുടെ മന്ത്രിമാർക്കും രാവിലെ മുതൽ തന്നെ നിന്നു തിരിയാൻ സമയമില്ലാത്ത തരത്തിലുള്ള പരിപാടികളാണ്. സാധാരണ നിലയിൽ മന്ത്രിസഭാ യോഗം 10 മണിക്കാണ് ചേരാറുള്ളത്. ഇന്നിപ്പോൾ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് മന്ത്രിസഭാ യോഗം ചേരുക. രാവിലെ 10 മണിയോടുകൂടി തന്നെ വിവിധ പരിപാടികൾ തുടങ്ങുകയും ചെയ്യും. അതിനിടയിൽ ഏറ്റവും നിർണായകമായത് CPI മന്ത്രിമാർ തന്നെ പങ്കെടുക്കുന്ന പരിപാടികളാണ്. അതിന് മുന്നോടിയായിട്ട് 9:30 MN സ്മാരകത്തിൽ CPIയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരും. ഈ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കണമോ എന്നുള്ള കാര്യത്തിനകത്ത് ഒരു തീരുമാനമെടുക്കുക. നിലവിൽ നമുക്ക് CPI വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം CPI മന്ത്രിമാർ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് CPI എത്തിയിട്ടുണ്ട്. PM ശ്രീയിൽ ഒപ്പിട്ട തീരുമാനവുമായിട്ട് CPM മുന്നോട്ട് പോകുമ്പോൾ CPI PM ശ്രീക്കെതിരെ തുടക്കം മുതൽ ഇന്ന് ഈ നിമിഷം വരെ എതിർപ്പ് പറയുകയാണ്. ഒരു തരത്തിലും PM ശ്രീയുമായിട്ട് സഹകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് CPIയുടെ നിലപാട്. അതിനകത്ത് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ CPI തയ്യാറാകാത്ത ഒരു പശ്ചാത്തലത്തിൽ CPIയെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അനുരഞ്ജന പല ശ്രമങ്ങൾ പലതരത്തിൽ CPM കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും CPI അതിന് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിനകത്ത് എന്തായാലും CPI മന്ത്രിമാർ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കണമോ അതല്ല എങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണമോ നടക്കുമുള്ള കാര്യത്തിനകത്ത് ഒരു അന്തിമ തീരുമാനമെടുക്കാനായിട്ടാണ് CPIയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം MN സ്മാരകത്തിൽ ചേരുക. അതിനുശേഷം ഒരുപക്ഷെ മന്ത്രിമാർ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും വൈകിട്ടത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യും. തീർത്തും അസാധാരണമായിട്ടുള്ള വലിയൊരു സാഹചര്യം ഇടതുമുന്നണിയിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ എടുത്തു കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനെ എങ്ങനെ പരിഹരിക്കുമെന്നറിയാതെ CPMഉം വലിയ തരത്തിൽ ആശങ്കയിലായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കുമെന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് മന്ത്രിസഭയിൽ അവിടെ മധ്യസ്ഥനായി CPM സംസ്ഥാന സെക്രട്ടറി തന്നെ എത്തുന്നുണ്ട്. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ നടക്കുന്ന CPI സെക്രട്ടേറിയറ്റിന് മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള അനൗപചാരിക ചർച്ചകൾ നടക്കാനിടയുണ്ടോ, അല്ലെങ്കിൽ അതിനുശേഷം അത്തരം എന്തെങ്കിലും ചർച്ചകൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് ഇവർ തമ്മിലൊരു തരത്തിൽ ഏതെങ്കിലും ഒരു സമവായ ചർച്ച നടക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? എന്തൊക്കെയായിരിക്കും ഇന്നിപ്പോൾ MV ഗോവിന്ദന്റെ നിയോഗം ഇതുമായി ബന്ധപ്പെട്ട്? പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിനകത്ത് ചർച്ചകളൊക്കെ നടത്തട്ടെ. താൻ ഇനിയിപ്പോൾ ഇതിനകത്ത് ഇടപെടേണ്ട ആളല്ല, തന്റെ തലത്തിലല്ല കാര്യങ്ങളെന്നുള്ള നിലപാടിലാണ് മന്ത്രി V ശിവൻകുട്ടിയുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി സെക്രട്ടറി CPM പാർട്ടി സെക്രട്ടറി ഈ പറയുന്ന MV ഗോവിന്ദൻ, അതുപോലെ തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമായിട്ടൊക്കെ ആശയവിനിമയം നടത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. കാരണം ബിനോയ് വിശ്വം അദ്ദേഹത്തിന്റെ വട്ടിയൂർക്കാവിലെ ഫ്ളാറ്റിലുണ്ട്. ഇപ്പോൾ രാവിലെ കണ്ണൂരിൽ നിന്ന് മടങ്ങിയെത്തിയ MV ഗോവിന്ദൻ ഇവിടെ ചിന്താ ഫ്ളാറ്റിലും അദ്ദേഹവും അവിടെയുണ്ട്, അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലാണ്. അപ്പോൾ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഇതിനകത്ത് ഇടപെട്ട് മറ്റു കാര്യങ്ങളൊക്കെ പരിഹരിക്കുമെന്നാണ് പറയുന്നത്. ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന് MV ഗോവിന്ദൻ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ചർച്ച എപ്പോഴാണ് എവിടെയാണെന്നുള്ളതിനെക്കുറിച്ചൊന്നും CPI നേതാക്കൾക്കും അല്ലെങ്കിൽ CPIക്കും വലിയ ധാരണയൊന്നുമില്ല. അവരവരുടെ പാർട്ടിതായ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തി പോവുകയാണ്, അവരുടെ നിലപാടുകൾ പറയുകയാണ്. എന്തായാലും രാവിലെ അനുനയത്തിനുള്ള ശ്രമങ്ങൾ വളരെ കുറവാണ്. കാരണം CPIയുടെ അവൈലബിൾ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം ചേരുകയും ചെയ്യും. അതിനുശേഷം അവരുടെ നിലപാട് അവർ അറിയിക്കുകയും ചെയ്യും. അതിനുശേഷം ഒരു അനുനയ നീക്കമൊക്കെ CPM തലത്തിൽ നടന്നാൽ പോലും ഒരുപക്ഷെ CPI അതിനകത്ത് വഴങ്ങാനുള്ള സാധ്യത കുറവാണ്. നിലവിൽ എന്തായാലും
പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം അന്തിമ തീരുമാനം കൈക്കൊള്ളാം എന്നുള്ള നിലപാടിൽ തന്നെയാണ് CPI ഉള്ളത്. നിലവിൽ എന്തായാലും കഴിഞ്ഞ തിങ്കളാഴ്ച പാർട്ടി എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിൽ ചേർന്നതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിമാർ ഈ പറയുന്ന ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വിട്ടുനിൽക്കാം എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ യോഗത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയും. നിലവിൽ എന്തായാലും മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.